ബ്രീഡിംഗ് കേജ് എന്താണ് ബ്രീഡിംഗ് കേജ്, എങ്ങനെയാണ് ബ്രീഡിംഗ് കേജ്, എങ്ങനെയൊക്കെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ, ഒരുപാട് ആളുകളുടെ ഡൗട്ടുകളാണ് ഇതെല്ലാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഗപ്പി പോലെയുള്ള മീനുകൾക്കാണ് ഇത്തരത്തിലുള്ള ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ബ്രീഡാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നെറ്റിനുള്ളിലൂടെ താഴേക്ക് പോവുകയും കുഞ്ഞുങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ചെറിയ ഹോളായതിനാൽ പാരന്റ് സ്റ്റോക്കിന് അല്ലെങ്കിൽ ബ്രൂഡ് സ്റ്റോക്കിന് താഴേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ സേഫായിട്ട് മറ്റൊരു ഏരിയയിലേക്ക് മാറി നിൽക്കുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മീറ്ററിന് 30-40 വിലയുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള വൈറ്റ് നെറ്റാണ്. ഈ നെറ്റിനെ ഞാൻ ഫ്രൂട്ട്സ് വരുന്ന പ്ലാസ്റ്റിക് കേജിന്റെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് അതിന്റെ സൈഡിലൂടെ റാപ്പ് ചെയ്തിട്ട് വയർ ടാഗ് കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കേജ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ 4 സൈഡും റാപ്പ് ചെയ്ത് വയർ ടാഗ് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ബ്രീഡിംഗ് കേജ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പ്ലാറ്റിനം റെഡ് ഡെംബോയേഴ്സിൻ്റെ കുറച്ച് ബ്രൂഡ് സ്റ്റോക്കിലെ കുറച്ച് പേഴ്സാണ്. അപ്പോൾ ഇവരെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ വേറെ കുറച്ച് 2-3 പേഴ്സിനെ കൂടെ നമുക്ക് ഇതിലേക്ക് മാറ്റാനുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ച് എല്ലാവരും ചെയ്ത് നോക്കുക, എന്താണെങ്കിലും സക്സസ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.